തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനിറങ്ങുകയാണ് കോൺഗ്രസ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആവുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് കേരളമൊട്ടാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നാട്ടുകാർക്ക് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മാർക്ക് ലിസ്റ്റ് തിരുത്തിയും ഗ്രേസ് മാർക്ക് കൊണ്ട് പാസ്സായ മേയർമാർക്കല്ല ഇനി തിരുവനന്തപുരം ലഭിക്കാൻ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസവും അറിവും കാര്യഗൗരവമുള്ള ചുണക്കുട്ടികളെയാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറക്കുന്നത്. അല്ലാതെ യാതൊരു പണിക്കും പോകാതെ കൊടി മാത്രം പിടിച്ചു നടന്ന ഗ്യാപ്പിൽ സ്ഥാനാർത്ഥി ആയവരല്ല ഇവരൊക്കെ. രാജ്യത്തെ തന്നെ ഉന്നത സ്ഥാപനങ്ങളായ ടെക്നോ പാർക്കിലുള്ള ജോലി പോലും ഉപേക്ഷിച്ചു വരുന്ന നല്ല കിടിലൻ പിള്ളേരെയാണ് ഇത്തവണ കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. തിരുവനന്തപുരത്തെ ഇത്തവണത്തെ സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് 24-കാരിയായ വൈഷ്ണവ സുരേഷ്. നിലവിൽ KSU ജില്ലാ വൈസ് പ്രസിഡന്റാണ് വൈഷ്ണവ. CPM-ന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടട വാർഡിലാവും വൈഷ്ണവ മത്സരിക്കുക. നിലവിൽ ടെക്നോ പാർക്ക് ജീവനക്കാരിയായ വൈഷ്ണവ പേരൂർക്കട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനി കൂടിയാണ്. ഇതോടൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടിയ ശേഷം TV ചാനലുകളിലും ഷോകളിലും അവതാരകയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ബാസ്കറ്റ്ബോൾ താരവും കർണാടക സംഗീതത്തിൽ കഴിവും തെളിയിച്ചിട്ടുണ്ട്. നിലവിൽ 48 സീറ്റുകളിലേക്കുള്ള പേരുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് മുൻ MLA-യും അന്തരിച്ച മുൻ സ്പീക്കറുമായ G കാർത്തികേയന്റെ മകനുമായ KS ശബരിനാഥൻ. നിലവിൽ LDF ഭരിക്കുന്ന തിരുവനന്തപുരത്ത് BJP-ക്കും നല്ല അടിത്തറയാണുള്ളത്. ഇവിടേക്കാണ് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് കോൺഗ്രസ് തങ്ങളുടെ യുവതുർക്കികളെ ഇറക്കുന്നത്. V ശിവൻകുട്ടി അടക്കമുള്ളവർ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്തേക്കാണ് കോൺഗ്രസ് തങ്ങളുടെ കുട്ടികളെ ഇറക്കുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ ഒരു നീക്കമാണെന്ന് തന്നെ പറയാം. കാരണം തിരുവനന്തപുരത്ത് കോൺഗ്രസിനൊന്ന് പ്രവർത്തിക്കാൻ പോലും ഇടം കൊടുക്കാതെ വരിഞ്ഞു മുറുക്കുകയാണ് LDF-ഉം BJP-യും. ഇവിടേക്കാണ് ബൈബിൾ കഥയിലെ ഗോലിയാത്തിന്റെ അടുത്തേക്ക് പോകുന്ന ദാവീദിനെ പോലെ കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ പോരിനായി ഇറങ്ങുന്നത്. BJP-ക്ക് വ്യക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ ജനകീയരായ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന AICC-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിയെ കളത്തിലിറക്കുന്നത്. കവടിയാർ വാർഡിൽ നിന്നാകും ശബരി മത്സരിക്കുക. അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കുന്നത്. KPCC ഭാരവാഹികളും KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും കോർപ്പറേഷനിൽ മത്സരിക്കും. മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശബരിയെ പോലൊരു മുൻ MLA തന്നെ കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. ശബരിയെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിന് നഗരത്തിലെ യുവാക്കളെ അടക്കം ആകർഷിക്കാനാകും എന്നാണ് വിലയിരുത്തൽ. കണ്ടുപഴകിയ മുഖങ്ങൾക്ക് പകരം പൊതു സ്വീകാര്യതയാണ് പാർട്ടി പ്രധാനമായും പരിഗണിച്ചത്. ഭാവി തിരുവനന്തപുരത്തെ പറ്റി സംസാരിക്കുന്ന ശബരിയിലൂടെ വിദ്യാസമ്പന്നരുടെ അടക്കം വോട്ട് ആകർഷിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. പരമാവധി യുവാക്കൾക്ക് സീറ്റ് നൽകിയാവും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. ഇതിനോടൊപ്പം മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള പരിചയസമ്പന്നരെയും പരിഗണിക്കും. ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടെന്ന് ഉറപ്പുള്ളതും തർക്കമില്ലാത്തതുമായ 48 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായി. ചില സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. 2005-ൽ CET-യിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശബരിനാഥൻ പിതാവ് G കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്നാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. 2015 ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ M വിജയകുമാറിനെ 10,128 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 2016-ലും വിജയം ആവർത്തിച്ചെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം KPCC പുനഃസംഘടനയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. നിലവിൽ UDF-ന് 10 സീറ്റുകൾ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. 8 സീറ്റുകൾ കോൺഗ്രസിനും 2 സീറ്റുകൾ ഘടകകക്ഷികൾക്കുമാണ് ഉള്ളത്. ഇവിടേക്കാണ് വീണ്ടും ഒരു ജീവൻ മരണ പോരാട്ടത്തിന് കോൺഗ്രസ് ഇറങ്ങുന്നത്.